ഫ്രാൻസിൽ പോകുന്ന സമയത്ത് ഫ്രഞ്ച് ലാംഗ്വേജ് മാൻഡേറ്ററി ആണോ, ജർമ്മനിയിൽ പോകുന്ന സമയത്ത് ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി ആണോ? ഈ ഡൗട്ട് മിക്ക സ്റ്റുഡൻസിനും ഉള്ളതാണ്. നമ്മൾ ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസിനാണ് പോകുന്നതെങ്കിൽ സ്റ്റഡീസ് ബേസിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ആ ഒരു ലാംഗ്വേജിന്റെ റിക്വയർമെന്റ് മാൻഡേറ്ററി അല്ല. പക്ഷേ നമ്മളുടെ ബേസിക് നീഡ്സിന് നമുക്ക് ഒരു ട്രാൻസ്പോർട്ടേഷൻ, അല്ലെങ്കിൽ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഒരു ക്യാബ് ബുക്ക് ചെയ്യണം, ഈ കാര്യങ്ങൾക്കൊക്കെ ബേസിക് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നത് അവരുടെ കൺട്രിയിലുള്ള ഫസ്റ്റ് ലാംഗ്വേജ് ആയിരിക്കും. സോ നമ്മൾ സ്റ്റഡി ഓറിയന്റഡ് ആയിട്ട് അഡ്വാൻസ്ഡ് ലെവലിൽ ലാംഗ്വേജ് പഠിക്കുന്നത് മാൻഡേറ്ററി അല്ല. പക്ഷേ ബേസിക് ലെവൽ, ഒരു A1 അല്ലെങ്കിൽ A2 ലെവലിൽ ആ ഒരു ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്പീരിയൻസ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, ഒരു സ്റ്റുഡൻറ് ലൈഫ് കുറച്ചുകൂടെ ഈസിയർ ആയിരിക്കും. ഇംഗ്ലീഷ് അല്ല ഒരു കൺട്രിയിലെ ഫസ്റ്റ് ലാംഗ്വേജ് എങ്കിൽ നമ്മൾ എപ്പോഴും ആ ഒരു പെർട്ടിക്കുലർ കൺട്രിയിലുള്ള ഫസ്റ്റ് ലാംഗ്വേജിന്റെ ഒരു ബേസിക് ലെവൽ സ്റ്റഡീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ എക്സ്പീരിയൻസ് ബെറ്റർ ആയിരിക്കും.